ഹായ്! എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ശേഷം എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് ട്ടോ. അപ്പോൾ ഞാനും അമ്മയും എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ വീടിനടുത്ത് തന്നെ ഒരു മുത്തപ്പ ക്ഷേത്രം ഉണ്ട് ട്ടോ. കുറച്ച് നടന്ന് പോയാൽ മതി. അവിടെ ഇന്ന് പുത്തരി വെള്ളാട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ് ട്ടോ. അത് കാണാനായിട്ട് പോവാണ് ഞങ്ങൾ. മുത്തപ്പൻ്റെ അമ്പലത്തിൽ പുത്തരി വെള്ളാട്ട് ഉത്സവ പുത്തരി വെള്ളാട്ട് അത് കാണാൻ പോവാ ഞാനും അമ്മ. ഈ ചളിയിൽ കൂടെ പോണ് ഇല്ല, ഇടവഴികൾ താണ്ടി ഇതിലേക്ക് വെള്ളമുണ്ട്. കുളിച്ച് വൃത്തിയായാണ്ട് ഈ കിളി ചളിപിളി കൂടെ പോണ. മഴ ആയാലും ഇതിലൊക്കെ നിറയെ വെള്ളമാവും. ആ വെള്ളത്തിന് ചവിട്ടണ്ട അമ്മേ. പരിപാടി രാവിലെ തുടങ്ങിയത്. ഞാനും അമ്മയും വെള്ളാട്ട് കാണാൻ 4 മണിക്ക് ശേഷം പോവാണ്. 5 മണിക്കല്ലേ തുടങ്ങുക? 5 മണി തൊട്ട് 7 മണി വരെ ചെണ്ട അടിക്കുന്ന കേൾക്കുന്നുണ്ട്. കുഞ്ഞരുവി കൈത്തോട്. ആ ആ ആ ഞങ്ങൾ നാളെ കല്യാണത്തിലും വീട്ടിൽ കൂടലിനൊക്കെ പോയ ആ വഴിയല്ലേ. ഓണത്തിന് വാങ്ങിയ സാരിയാണ്, അടിപൊളി. പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. പച്ചക്കറി, വാഴ, ഇങ്ങനത്തെ സ്ഥലം അച്ഛൻ കണ്ടാൽ ഒന്നും നിറയേതാ ഓല, പട്ട, ഓല, പാള. ഇടവഴികൾ താണ്ടി നീർച്ചോലകൾ കടന്ന് ഞങ്ങൾ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക്. അത് കാണുന്നതാണ് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ ബാക്ക്. ആളുണ്ടാവില്ല. അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ആള് കുറവാണേ. കുറച്ച് വണ്ടികളെ കാണുള്ളല്ലോ. ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെന്നുള്ളൂ. കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും ഇതാ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം ഒരു വയലിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. ചെറിയൊരു ക്ഷേത്രമാണ്. പുരോഗമിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ മുത്തപ്പന് വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചെണ്ടയുടെയൊക്കെ തുടങ്ങി. ചെണ്ടയുടെ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രസമുണ്ട്. തല ഇങ്ങനെ ആട്ടാൻ തോന്നും. അപ്പോൾ വെള്ളാട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ കുറച്ച് നേരം വെള്ളാട്ട് കണ്ടു. പിന്നെ ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും ഇതാ നേരെ സന്ധ്യയായി. 9 മണിയാവും. മുത്തപ്പനെ അലയിറക്കൽ. മുത്തപ്പനെ മലയിറക്കൽ എന്നല്ല പറയാ, മലയിറക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം മുടി അയച്ചിട്ട് അങ്ങനെ വെള്ളാട്ട് കണ്ടു. രാത്രിയായി, ഈ നേരമായി. പ്രസാദപ്പം പോരും. പിന്നെ വിളക്ക് വെച്ചണാവോ അല്ലേ വീട്ടിൽ വിളക്ക് വെച്ചണാവോ? ചേട്ടൻ വെക്കൂലേ? വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. താങ്ക് യു.